അറേബ്യൻ മണലാരണ്യത്തിലെ തപിക്കുന്ന വെയിലിൽ ചരിത്രം വഴിമാറാൻ പോകുന്ന ഒരു നിമിഷം. ഒരു വശത്ത് 1000-ഓളം വരുന്ന ആയുധധാരികളായ ഖുറൈശി സൈന്യം, മറുവശത്ത് വെറും 313 പേർ. കയ്യിൽ മതിയായ വാളുകളില്ല, പടച്ചട്ടകളില്ല. പക്ഷേ അവരുടെ കണ്ണുകളിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ 313 പേർ പരാജയപ്പെട്ടാൽ ഒരുപക്ഷേ ഇന്ന് ഈ ലോകത്ത് ഇസ്ലാം ഉണ്ടാകുമായിരുന്നു. നമുക്ക് നോക്കാം. ഹിജ്റ 2-ാം വർഷം റമദാൻ 17. മക്കയിൽ തങ്ങളുടെ സർവസ്വവും നഷ്ടപ്പെട്ട മുസ്ലിങ്ങൾ മദീനയിൽ അഭയം തേടിയിരിക്കുകയാണ്. തങ്ങളെ ആട്ടിയോടിച്ച അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള വൻ സൈന്യം ബദറിലേക്ക് കുതിച്ചു വരുന്നു. ശത്രുക്കൾക്ക് കുതിരപ്പടയും ഒട്ടകങ്ങളും സുഖസൗകര്യങ്ങളുമെല്ലാമുണ്ട്. മുസ്ലിങ്ങൾക്കാകട്ടെ ആകെയുള്ളത് 2 കുതിരകളും 70 ഒട്ടകങ്ങളും മാത്രം. പക്ഷേ ആയുധത്തേക്കാൾ മൂർച്ചയേറിയ ഒരു ആയുധം അവരുടെ പക്കലുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? യുദ്ധക്കളത്തിലെ മണൽത്തരികൾ പോലും നിശബ്ദമായ രാത്രി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് കൈകളുയർത്തി കരഞ്ഞു പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, ഈ ചെറിയ സംഘം ഇന്ന് തകർന്നാൽ നാളെ നിന്നെ വണങ്ങാൻ, നിനക്ക് സുജൂദ് ചെയ്യാൻ ഈ ഭൂമിയിൽ ആരും ബാക്കിയുണ്ടാവില്ല. ആ പ്രാർത്ഥന ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു. ആ നിമിഷം ആകാശത്തു നിന്ന് ഒരു സഹായം വരാനിരിക്കുകയായിരുന്നു. അത് ശത്രുക്കളെ ഞെട്ടിച്ചു കളഞ്ഞു. യുദ്ധം ആരംഭിച്ചു. ഖുറൈശികളുടെ കരുത്തരായ നേതാക്കൾ ഓരോരുത്തരായി വീഴാൻ തുടങ്ങി. മുസ്ലിങ്ങളുടെ പോരാട്ട വീര്യം കണ്ട് ശത്രുക്കൾ വിറച്ചുപോയി. ചരിത്രം പറയുന്നു, അന്ന് ആ പോരാട്ടത്തിൽ മുസ്ലിങ്ങളെ സഹായിക്കാൻ ആയിരക്കണക്കിന് മലക്കുകളും ഉണ്ടായിരുന്നുവെന്ന്. അബൂജഹലിന്റെ അഹങ്കാരത്തിന് ആ മണ്ണിൽ അന്ത്യം കുറിക്കപ്പെടാൻ ഇനി നിമിഷങ്ങൾ മാത്രം. അവസാനം അബൂജഹലും മറ്റു പ്രമുഖരും കൊല്ലപ്പെട്ടു. വലിയ സൈന്യം ചിതറിയോടി. സത്യത്തിന്റെ കൊടി ബദറിന്റെ മണ്ണിൽ ഉയർന്നുപാറി. 14 മുസ്ലിങ്ങൾ രക്തസാക്ഷികളായപ്പോൾ അഹങ്കാരവുമായി വന്ന ശത്രുപക്ഷം തകർന്നു തരിപ്പണമായി. പക്ഷേ ഈ വിജയത്തിന് ശേഷം പ്രവാചകൻ ചെയ്ത ഒരു കാര്യം ലോകത്തെ അതിശയിപ്പിച്ചു. അതെന്താണെന്നറിയാമോ? യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുകാരോട് പ്രവാചകൻ കാണിച്ച കാരുണ്യം. അക്ഷരമറിയുന്ന തടവുകാർ 10 മുസ്ലിം കുട്ടികളെ പഠിപ്പിച്ചാൽ അവർക്ക് മോചനം നൽകാം. യുദ്ധം വെറും ചോരപ്പുഴയല്ല, മറിച്ച് അറിവിലേക്കും നീതിയിലേക്കുമുള്ള വഴിയാണെന്ന് ബദർ തെളിയിച്ചു. 313 പേർക്ക് ആയിരങ്ങളെ തോൽപ്പിക്കാമെങ്കിൽ നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നമുക്കും ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാം.